ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിലെ രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 460 റൺസാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ ദേവദത്ത് പടിക്കൽ, ധ്രുവ് ജൂറൽ, അതുപോലെ തന്നെ KL രാഹുൽ എന്നിവരുടെ മികച്ച പ്രകടനമാണ് ഈ വൺ ടോട്ടലിലോട്ട് ഇന്ത്യയെ എത്താൻ സഹായിച്ചത്. അപ്പോൾ ഇന്നലെ ആഗസ്റ്റ് 15 ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ച നമ്മുടെ പടിക്കലിന്റെ ആഹ്ലാദവും ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ KL രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിയും ഇൻഡിപെൻഡൻസ് ഡേ ആയി ഇന്നലെ ഇന്ത്യക്ക് വളരെയധികം മധുരമുള്ളതായിരുന്നു. അപ്പൊ ഇന്നത്തെ ധ്രുവ് ജൂറലിന്റെ പ്രകടനത്തോടെ ആകുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 460 റൺസാണ് എടുത്തത്. അപ്പൊ ഇന്ത്യൻ നിരയിലെ മറ്റു ബാറ്റ്സ്മാൻമാരുടെ പ്രകടനവും ഇവിടെ നമുക്ക് ഒന്ന് നോക്കാം. ജയ്സ്വാൾ 37 ബോളിൽ 32 റൺസ് എടുത്തു. മികച്ച പ്രകടനത്തോടെ പോകുമ്പോഴാണ് ഒരു റൺഔട്ടാണ് ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ശരിയും തെറ്റും ഒക്കെ പല രീതിയിലും ഉണ്ട്. എന്താണേലും റൺഔട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ KL രാഹുൽ 175 ബോളിലാണ് 82 റൺസ്, ഒരു 6, 10 4. ദേവദത്ത് പടിക്കൽ 230 റൺസ്, 230 ബോളിൽ 167 റൺസ്, 15 4ഉം ഒരു 6ഉം. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ 28 ബോളിൽ 16 റൺസ്, 2 4. ഋഷഭ് പന്ത് 62 ബോളിൽ 39 റൺസ്, 4 4ഉം ഒരു 6ഉം. അതേപോലെ ധ്രുവ് ജൂറൽ 68 ബോളിൽ 51 റൺസാണ്, 4 4ഉം ഒരു 6ഉമാണ് അദ്ദേഹത്തിന്. ജഡേജ 25 ബോളിൽ 13 റൺസ്. അതുപോലെ തന്നെ മാനോ സുധർ 43 ബോളിൽ 24 റൺസ്. സിറാജ് 15 ബോളിൽ 11, കുൽദീപ് യാദവ് 13 ബോളിൽ 12, പ്രസിദ്ധ് കൃഷ്ണ 4 ബോളിൽ 1 എന്നിങ്ങനെയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ മികച്ച പ്രകടനം. അങ്ങനെയാണ് ഇന്ത്യ 116 ഓവറിൽ 460 റൺസിന് ഇന്ത്യയുടെ 9 വിക്കറ്റുകൾ നഷ്ടമായത്. അപ്പോൾ 3.97 ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് ഉള്ളത്. അതേപോലെ തന്നെ ശ്രീലങ്കയ്ക്ക് വേണ്ടി ബൗളിംഗിൽ മികച്ച പ്രകടനം നടത്തിയത് പ്രഭാത് ജയസൂര്യയാണ്. അദ്ദേഹം 39 ഓവറിൽ 109 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. മറ്റേത് കേശാര നുവാന്ത 39 ബോളിൽ 175-ന് 3 വിക്കറ്റും ആണ് ഇവരുടെ ശ്രീലങ്കയ്ക്ക് വേണ്ടി ബൗളിംഗിൽ മികച്ച പ്രകടനം നടത്തിയത്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെയും മികച്ച പ്രകടനമാണ് ഇന്ത്യക്ക് ഈ മികച്ച ടോട്ടലോട്ട് എത്തിച്ചത്. അപ്പൊ ഇന്ത്യൻ ബൗളർമാർ ഇനി നാളത്തെ ദിവസം ഇന്ത്യൻ ബൗളർമാരുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഈ ടെസ്റ്റിന്റെ വിജയ പരാജയങ്ങൾ. മികച്ച പ്രകടനം നടത്തി ഇന്ത്യൻ ബൗളർമാർക്ക് ശ്രീലങ്കയുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കട്ടെ. മികച്ച പ്രകടനത്തോടെ ഇന്ത്യ ഈ ടെസ്റ്റ് വിജയിക്കാൻ സാധിക്കട്ടെ. അപ്പം നാളത്തെ കളി, 3-ാം ദിവസത്തെ കളിയുടെ വിശേഷമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വരാം. ബൈ.